പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ ചാരവശാലുള്ള മകരം രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആ പ്രയാണം എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. കേവലം 17 ദിവസം മാത്രമേ ബുധൻ മകരം രാശിയിലുള്ളൂ. അതിനാൽ ഈ 17 ദിവസങ്ങൾക്കിടയിലും പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ടാണ് ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ചർച്ച ചെയ്യുന്നത്. ബുധ ഫലതസ്തു സർവദ, എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ എന്ന ഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും അവിചാരിതമായ ലോട്ടറി ലക്ക്, ഊഹക്കച്ചവടത്തിലൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി കഴിഞ്ഞ് ഉദിക്കുമ്പോഴേക്കും ഫലം വരുന്നത്. ബാക്കിയൊരു ഗ്രഹത്തിനും ഇപ്രകാരമുള്ള ഫലമില്ല. ഫലം ആചാര്യൻ പറഞ്ഞിട്ടില്ല, ബുധന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബുധൻ മകരൻ രാശിയിൽ അത്ര ശക്തനല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ബുധൻ അതിശക്തമാണ് തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലും സ്വക്ഷേത്രമായ മിഥുനത്തിലും. പിന്നീട് നല്ല ഫലങ്ങളാണ് തൻ്റെ സുക്ഷേത്രങ്ങളായ ശുക്രക്ഷേത്രങ്ങൾ എവിടെ ഇടവത്തിലും തുലാത്തിലും പറഞ്ഞിട്ടുള്ളത്. ബാക്കി ബുധൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ് മേടവും വൃശ്ചികവും കർക്കിടകവും ധനുവും മീനവും. ഈ മകരത്തിലെ ബുധൻ പലപ്പോഴും അത്ര നല്ല ആശ്രയഫലം പറഞ്ഞിട്ടില്ല. പരകർമ്മകൃത അസ്വഹ ശില്പബുദ്ധി ഋണവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വിഷ്ടികരഹ ബുധേ അർക്കജക്ഷേ. ശരീരക്ഷേത്രങ്ങളായ മകരം കുംഭത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പരകർമ്മകൃത് അന്യന് വേണ്ടി തൊഴിൽ ചെയ്യേണ്ടി വരും. അസ്വഹ ധനം വേണ്ടത്ര ഉണ്ടാകില്ല. നാസ്തി സ്വം യസ്യ സഹ അസ്വഹ ധനമില്ലാത്ത അവസ്ഥ വരും. ശില്പബുദ്ധി പലപ്പോഴും ഇദ്ദേഹത്തിന് എൻജിനീയറിംഗ് ടാലൻറ്റ്, ശില്പവേലകൾ ധാരാളം വരും. അത് ചിത്രരചനയാകാം. മകരരാശിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഫിറ്ററാകാം, വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓയിലുമായി ബന്ധപ്പെടുന്ന റിഫൈനറിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാകാം. അല്ലെങ്കിൽ കുംഭൻ രാശിയിലാണെങ്കിൽ അത് സ്ഥിരരാശിയാണെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന പലപ്പോഴും ടെക്നിക്കലായ ജോലി. കുംഭൻ രാശി എയറി സൈനാണ്. എയർക്രാഫ്റ്റുമായി ബന്ധപ്പെടുന്ന മെയിൻ്റനൻസ്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, നല്ല സുന്ദരികളായ കുട്ടികളാണെങ്കിൽ ആകാശ സുന്ദരിമാർ, എയർ ഹോസ്റ്റസ് ആവുക. ഈ രീതിയിലൊക്കെ അനുകൂലമായി വരുമെന്ന് അറിയുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേടം മുതൽ 12 രാശിക്കാരുടെ ശുഭാശുഫലങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടുകയാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കർക്കിടക രാശിക്കാരുടെ സഹായപതിയും അപ്രകാരം തന്നെ 12ാം ഭാവം വ്യയാധിപതിയുമാണ്. പക്ഷേ ബുധനൊരു ദൗത്യത്തിൻ്റെ കർത്താവാണ്. ഇവിടെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. കാരണം ബുധൻ നിൽക്കുന്നത് കർമാധിപനായ ഉച്ചസ്ഥനായ ചൊവ്വയോട് കൂടിയാണ്. അവിടെ ഒരു ഉത്തരവാദിത്തമാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ തസ്മിൻ ചമൂവ സജീവ, മന്ത്രിയാകും, ഉപദേശം കൊടുക്കുക. അതിനാണ് കൺസൾട്ടൻസ് എന്ന നിലയിൽ ബുധൻ വളരെയധികം ഈ ഒരു 17 ദിവസക്കാലം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യാൻ പ്രാപ്തമായ ഒരവസ്ഥ കർക്കിടക രാശിക്കാർക്ക് സംജാതമാകും. അപ്രകാരം തന്നെ യാത്രയ്ക്ക് വളരെ അനുകൂലമാണ്. യാത്രയിൽ വളരെയധികം ആനുകൂല്യങ്ങൾ വരിക, വിദേശത്തുള്ള സുഹൃത്തിലൂടെ തനിക്ക് ഗുണം വരിക, അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ അല്ലെങ്കിൽ ഫിനാൻസ് ഏജൻറ്റ് രൂപത്തിലുള്ള വ്യക്തിയായി ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ഫൈനാൻസുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള പല സംരംഭങ്ങളുടെയും ഭാഗഭാക്കാകാം. അതിൻ്റെ മിഡിൽമാനാകാം. അതിലൂടെ കമ്മീഷൻ ലഭിക്കുക, ഭൂമിപരമായ വിഷയത്തിൽ കമ്മീഷൻ ലഭിക്കുക, കമ്മീഷൻ ബ്രോക്കറേജ്, ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത് കൺസൾട്ടൻസിക്ക് നല്ലത്. വിവാഹ വിഷയത്തിൽ പലപ്പോഴും ഒത്തുതീർപ്പാകാം. ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നൽ വരുന്ന സമയത്ത് പരസ്പരം മധ്യസ്ഥതയിലൂടെ ഡൈവേഴ്സ് പെറ്റീഷൻ, ജോയിൻറ്റ് ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വിവാഹബന്ധം വേർപെടുത്താം. അപ്രകാരം തന്നെ അവിവാഹിതർക്ക് അപ്രകാരം തന്നെ വിവാഹിതരല്ലാത്തവർക്ക് വിവാഹ തീരുമാനങ്ങളാകാം. അല്ലെങ്കിൽ പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയെ കണ്ടെത്താം. ആ കണ്ടെത്തൽ ഒരു നല്ലൊരു ഫാമിലി അഫയേഴ്സ്, ഒരു നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള ഒരവസരമുണ്ടാവും. യാത്രയിൽ പലപ്പോഴും അവിചാരിതമായ സൗഹൃദങ്ങൾ വരും. അല്ലെങ്കിൽ തൻ്റെ സുഹൃത്ത് തനിക്ക് നല്ലൊരാളെ ഇൻവെസ്റ്റ് ചെയ്യുക. വിദേശത്തുള്ളവർക്കാണ് ഇതിന് കൂടുതൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുക. കാരണം കർക്കിടക രാശി ചരരാശിയാണ്, നാട്ടിൽ നിൽക്കില്ല.
ദൂരത്ത് പോയി വളരെ സ്വകാര്യമായി ഒരു വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെടാം. അത് കൊട്ടിഘോഷിച്ച് പറയണം എന്നൊന്നുമില്ല. അപ്രകാരം ഫാമിലി ലൈഫിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവിചാരിതമായ ചില സ്ത്രീ സൗഹൃദങ്ങൾ വരും. അത് കുടുംബകലഹത്തിലേക്ക് എത്തിച്ചേരും. നല്ല സഹോദര ഗുണവും ഭൂമി വിഷയവും ഒക്കെ തന്നെ അനുകൂലമാവുന്ന സമയമാണെന്നറിയുക. എല്ലാ കർക്കിടക രാശിക്കാർക്കും നല്ലൊരു ശോഭനമായ ഫെബ്രുവരി 3 വരെയുള്ള ദിനങ്ങൾ ബുധൻ നന്മകൾ വരുത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.